ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെയുള്ള പുഴയ്ക്കൽ പള്ളിയിൽ നേർച്ചയാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീച്ചിട്ട് ഒരു 11 മണിക്ക് പോയി കൂട്ടുകാരനെയും പിക്ക് ചെയ്തിട്ട് നേരെ പള്ളിയിലേക്ക് പോയി. നേർച്ച ദിവസം പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നല്ല ബിരിയാണി കിട്ടും. അപ്പോൾ ഞാനൊരു ബിരിയാണി വാങ്ങിയിട്ട് അവിടെ നിന്നു. പിന്നെ അവനെ നോക്കണു, അവൻ പിന്നെയും രണ്ടാമത് പോയി വരി നിൽക്കണു. എന്താണ്ടാ ചോദിച്ചപ്പോൾ എനിക്ക് ഇനിയും ബിരിയാണി വേണം പറഞ്ഞിട്ട് അവൻ വരുന്ന ഒരു 3-4 ബിരിയാണി വാങ്ങി വണ്ടിയിൽ വെച്ചു. എന്നിട്ട് അവൻ്റെ ഏതോ ഒരു കൂട്ടുകാരനെ വിളിച്ചപ്പോൾ അവിടെയും ബിരിയാണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടേക്ക് പോയി. അവിടെ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന ബിരിയാണി മേടിച്ചിട്ട് നിന്ന് കഴിച്ചു. തിരക്കുള്ളതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഇനിയും കഴിച്ച് മതിയായിട്ടില്ല, എനിക്ക് ഇനിയും ബിരിയാണി കഴിക്കണം പറഞ്ഞു. അപ്പോൾ തൊട്ടപ്പുറത്ത് ബിരിയാണി പിന്നെയും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടേക്ക് പോയി. അവിടെ പോയി അവൻ അടിച്ച് മിന്നിച്ചു. എന്നിട്ട് വണ്ടി കയറിയപ്പോൾ അവൻ പറഞ്ഞു എടാ തൊട്ടപ്പുറത്ത് ഒരു പള്ളിയും കൂടി ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ബിരിയാണി കിട്ടുമ്പോഴത്തെ ഞങ്ങൾ നേരെ അവിടേക്ക് പോയി. അവിടെ പോയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ വിശപ്പ് മാറുന്നവരെ ഇവിടുന്ന് കഴിച്ചു, ഇനി നേരെ നമ്മൾ വീട്ടിക്കാനായിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ശരി എന്ന് പറഞ്ഞിട്ട് അടിച്ച് മിന്നിച്ചു. കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവന് തണ്ണിമത്തം കുടിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നേരെ ഒരു തണ്ണിമത്തം കടയ്ക്ക് വണ്ടി വിട്ടിട്ട് ഒരു തണ്ണിമത്തം മേടിച്ചു കൊടുത്തു. തണ്ണിമത്തം കുടിച്ചിട്ട് വീട്ടിൽ പോകുന്ന വഴിയിൽ ഒരു കട കണ്ടപ്പോൾ അവൻ അവിടെ നിർത്തിയിട്ട് ഒരു ജീരക സോഡയും കുടിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ എവിടേക്കാണ്ടാ പോകണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു വല്ലാത്ത ദാഹോളിയാന്ന് പറഞ്ഞു. ജീരക സോഡ കുടിച്ചതും വല്ലാത്ത വിശപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിസ്ക്കറ്റും മേടിച്ചിട്ട് അവിടെ തന്നെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അത് കണ്ടത് ഞാൻ പറഞ്ഞു ഇനി നിന്നെ ഇവിടെ നിർത്തി ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിലേക്കുള്ള വഴി കൊണ്ടാക്കി. അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തിയത് അവൻ്റെ ബിരിയാണി എടുത്തിട്ട് നേരെ അവൻ്റെ വീട്ടിലേക്ക് പോയി. പോകുമ്പോൾ അവൻ പറഞ്ഞു അളിയാ വൈകിട്ട് പള്ളിയിൽ ഫുഡ് ഉണ്ടെങ്കിൽ വിളിക്കുക പറഞ്ഞു.